കുറച്ച് ദിവസങ്ങളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ സജിനെയും ഫിറോസിൻ്റെയും കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയ ഭയങ്കര സംസാരമായിട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിലാണ് ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ സജിന് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒരുപാട് പേരുണ്ടെങ്കിൽ എൻ്റെ കയ്യിലാണ് തെറ്റെന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അതിനാരാണ് കാരണമെന്നുള്ള രീതിയിലൊക്കെ എനിക്കറിയാം. പക്ഷേ ഉണ്ടെങ്കിൽ അതിൻ്റെ പുറകെ നടക്കാനോ അല്ലെങ്കിൽ അവരെക്കുറിച്ച് കുറ്റങ്ങൾ പറയാനോ എനിക്ക് താല്പര്യമില്ല. കാരണം അങ്ങനത്തെ ഉള്ളൊരു സ്റ്റാൻഡേർഡിൽ കൂടെ അല്ല താൻ വളർന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് നാൾ മുമ്പ് ഉണ്ടെങ്കിൽ തൻ്റെ ഇൻസ്റ്റാ അക്കൗണ്ടൊക്കെ ഹാക്ക് ആയിട്ടുണ്ടായിരുന്നു. തനിക്ക് വേണ്ടാത്ത രീതിയിലുള്ള ഫോട്ടോയൊക്കെ ഇട്ട് തന്നെ ഉണ്ടെങ്കിൽ മോശമായിട്ടുള്ള രീതിയിലൊക്കെ പ്രചരിപ്പിക്കാനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും താനുണ്ടെങ്കിൽ വലിയ കാര്യമായിട്ട് എടുത്തില്ല. എന്നിരുന്നാലും ശരി, ഒരു ലിമിറ്റ് വരെ എല്ലാം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കണക്ക് തനിക്കെതിരെ മോശമുള്ള രീതിയിൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടുണ്ടെങ്കിൽ വെറുതെ വിടത്തില്ലെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ താൻ ഇത് കണക്ക് വിവാഹമോചനം അല്ലെങ്കിൽ ഇത് കണക്കത്തുള്ള പ്രശ്നങ്ങളായതിനു ശേഷമാണ് ഞാനുണ്ടെങ്കിൽ വേറൊരാളായിട്ട് ഇഷ്ടത്തിലാവുന്നത്. അതൊക്കെ നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടുന്നതിലൊന്നും ഒരു തെറ്റുമില്ല. ഞാൻ കാരണം ഇത് കണക്ക് മറ്റേ ആളുടെ ഫാമിലിക്ക് എന്തോ പ്രശ്നം വന്ന് ഞാനാണ് കുടുംബം തകർത്തത് അങ്ങനെ ഇങ്ങനെയാണെന്നുള്ള രീതിയിലൊക്കെയുള്ള പല കാര്യങ്ങളും പറയുന്നുണ്ട്. അങ്ങനെ ഒന്നുമില്ല, എന്നെ വെറുതെ വിടണമെന്നുള്ള രീതിയിലായിരുന്നു സജന പറഞ്ഞിട്ടുണ്ടായിരുന്നത്.